കുഞ്ഞുനാൾ മുതൽക്കേ രാവിലെ ഉറക്കണിച്ച ഉടനെ തന്നെ നേരെ കിച്ചണിലോട്ടാണ് പാറക്കുട്ടി വരുന്നത് കേട്ടോ. വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മയൊക്കെ തന്ന് എന്നെ സോപ്പിട്ട് പതപ്പിച്ചിട്ട് കുറേ നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ടേ അവൾ എന്ത് പരിപാടിക്കും പോകാറുള്ളേ. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഞാനിന്ന് പാലക് പനീർ റൈസ് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് പാറക്കുട്ടിക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊക്കെ എടുത്ത് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് പനീർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പാറക്കുട്ടിയുടെ ലഞ്ച് ബോക്സിൽ ഇരിക്കാൻ വേണം. പിന്നെ എനിക്കും പാറക്കുട്ടിക്കും മാത്രം മതിയല്ലോ, അപ്പോൾ കുറച്ച് മതി. ആ സമയം കൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള റൈസ് കുക്കറിൽ വേകാനായിട്ട് വെച്ച് അപ്പോഴത്തേനും നമ്മുടെ പാലക്കും നന്നായിട്ട് ഒന്ന് കുക്കായി, ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിനെ കോരി തണുക്കാനായിട്ട് വെക്കാം. എന്നിട്ട് ഞാൻ നെയ്യ് ഒഴിച്ച് പനീർ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് എഴുതിയപ്പോൾ നമ്മുടെ ചോറ് സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചൂടാക്കിയ നെയ്യിലേക്ക് നമ്മുടെ പനീറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാലക്കിനെ ഒന്ന് അരച്ചെടുക്കാൻ കരുതി ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ. അപ്പോൾ ആ പാലക്കിൻ്റെ ഇല അതുപോലെ എടുത്തിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കണം. എന്നിട്ട് പനീറൊക്കെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു. ഇത് കാണുമ്പോഴത്തേനും എന്നെ കൊതി വരുന്നു ഗൈസ്. കാരണം എനിക്കും പാറക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് പനീർ എന്ന് പറയുന്നത്. നമ്മൾ വെജ് ഹോട്ടലിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ പനീറായിരിക്കും കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട്. എന്നിട്ട് എന്നെ പപ്പടം പൊള്ളിക്കാനായിട്ടൊക്കെ പാറക്കുട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറേ വർത്താനം, എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ. നമ്മൾ ഒരുപാട് വർത്താനം പറയുന്ന ആൾക്കാരാണ് ഞാനും പാറേ. അപ്പോൾ പപ്പടമൊക്കെ പൊള്ളിച്ചെടുത്തിട്ട് നെയ്യിൽ ഞാൻ കുറച്ച് കിസ്മിസ് ഉണ്ടല്ലോ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കറുത്തതും ഉണ്ട്, നമ്മുടെ നോർമൽ കിസ്മിസും ഉണ്ട്. എന്നിട്ട് ആ നെയ്യിലോട്ട് തന്നെ കുറച്ച് പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ, കറാമ്പട്ട ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് സവാള, ഒരു സവാളയുടെ ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കില്ലേ അതിൻ്റെ ആ ഒരു പേസ്റ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് നമ്മൾ തിളപ്പിച്ചെടുത്തതുകൊണ്ടേ അതിൽ കുറച്ചിങ്ങനെ വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കും. അതിനൊന്ന് കുറുക്കി നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചോറ് ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. നമ്മൾ ഈ പാലക്കിൻ്റെ മിക്സ് ഒഴിച്ചില്ലേ, അപ്പോൾ അതിലേക്കും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെ ഒന്ന് മിക്സ് ചെയ്ത് റൈസിനെയും പാലക്കിനെയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പനീറും നമ്മുടെ കിസ്മിസും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച പാലക് പനീർ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ സാലഡിന് ഞാനിന്ന് നമ്മുടെ പോംഗ്രാനൈറ്റ് ഉണ്ടല്ലോ അതും ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് തൈര് എടുത്തേക്കുന്നത്. റൈസ് സെറ്റായി വന്നിട്ടുണ്ട്, നമ്മുടെ സാലഡും സെറ്റായി. അപ്പോൾ പാറക്കുട്ടിക്കുള്ള ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ഞാൻ പാലക് പനീർ റൈസ്, സാലഡ്, പിന്നെ കുറച്ച് ക്യാരറ്റും കുക്കുംബറും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് എന്താണ് ലഞ്ച് ബോക്സിന് കൊടുത്ത് വിട്ടേന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ.